വൈദ്യരെ എന്താണോ മൂത്തടുത്ത കുമാരൻ ചങ്കൽ പൊട്ടിച്ചു. കവലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വന്ന് അവനെ പിടിച്ചു കെട്ടില്ലാച്ചാലേ ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും. ഈ കുരിശായിരുന്നോ? നമ്മളോടൊപ്പം ഹോട്ട് സീറ്റിൽ ശ്രീ മൈത്രേയനാണ്. നമസ്കാരം മൈത്രേയൻ ഷോയിലേക്ക്. അല്ല, ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. അപ്പോ മനുഷ്യൻ അല്ലെങ്കിൽ ലോകം എന്ന് താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് ഒരു ഡെഫിനിഷൻ? അത് ഉത്തരം പറ. യോഗം ഉണ്ടായിട്ടില്ല. ഇല്ല. അപ്പൊ നമ്മളിപ്പോ അന്തരീക്ഷത്തിലാണ്. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? അതിനൊരു ഉത്തരവില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഉള്ളതാണ്, അതിനുണ്ടാകേണ്ട ആവശ്യമില്ല. ശൂന്യാകാശം എന്ന് പറയുന്നത് ഇല്ലാതിരുന്നിട്ട് ഉണ്ടായെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാണ് ചോദ്യം ഉണ്ടാകുന്നത്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? പക്ഷേ കുടമാറ്റം നന്നായിട്ട് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായിട്ട് തിരുവമ്പാടിയ. അപ്പൊ അത് താങ്കൾ എങ്ങനെയാണ് അധികാരത്തോടെ പറയുന്നത്? നമുക്ക് എപ്പോഴും കണ്ടത് ഉള്ള ഒരു സാധനത്തിന് ഉണ്ടാകേണ്ട ആവശ്യമില്ല, ഉള്ളത് മാറാനേ പറ്റുള്ളൂ. അതെ, എനിക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ദിവസം എന്നോട് പറഞ്ഞാൽ മതി, അല്ലേ പറയണ്ട. കാരണം നിങ്ങൾ എന്നെ വിളിച്ചിരുത്തി സംസാരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അല്ല, അതൊരു നാസിസമല്ലേ? താങ്കൾ പറയുന്നത് കേട്ടാൽ മതി എന്നുള്ള കാര്യം നിങ്ങളല്ലേ അങ്ങനത്തെ ആ ജഡ്ജ്മെന്റ് നിങ്ങൾ കിട്ടി. താങ്കൾ പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്ന് കേട്ടാൽ പറയുന്നത് മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിച്ചത് എന്നോട് എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. മനുഷ്യര് ലോകത്തിനെ ഉള്ളതാണെന്ന് മനസ്സിലാക്കാതെ അത് ഇല്ലാതിരുന്നിട്ടുണ്ടായി എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇല്ല. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളൊന്നും വേണ്ട. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലോകം ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായി എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. പിഗ് മാൻ തിയറി പ്രകാരം നിങ്ങൾ അത് ഭൂമിയുടെ തുടക്കത്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഭൂമിയിലല്ലേ? അല്ല, ഭൂമിയുടെ തുടക്കത്തിനെ, പ്രപഞ്ചത്തിന്റെ ഭൂമിയിലെ ജീവജാലങ്ങളല്ലേ മനുഷ്യർ പറയേണ്ടത്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. താങ്കൾ എല്ലായ്പ്പോഴും താങ്കളുടെ ഇന്റർവ്യൂവിൽ താങ്കളുടെ വാദം സമർത്ഥിക്കാനാണ് ശ്രമിച്ചത്. ചോദിക്കുന്ന ഏതൊരു അവതാരകനോട് താങ്കൾ ഞാൻ താങ്കളോട് ചോദിക്കാൻ അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അതിനുള്ള അറിവുണ്ടാകണമെന്നുണ്ടെങ്കിൽ താങ്കൾ തന്റെ പൊട്ട കളിക്കേ ഇതെന്താ പലചരക്കടയെന്ന് വിചാരിച്ചോ? നിങ്ങൾ അല്ലെങ്കിൽ എന്നെ എന്തിനാ വിളിച്ചത്? നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചെന്ന് പറ. താങ്കൾ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾ എന്നെ എന്തിനാ വിളിച്ചത്? ഇതുപോലെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അവിടെ നിന്ന് കേട്ടാൽ മതി. ഇതാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളെ അടിമയായിട്ട് തന്നെയാണ് കാണുന്നത്. സംശയമൊന്നും വേണ്ട. ഇനി മുതൽ ഇവന്റെ പേര് രാജാക്കണ്ണം എന്നല്ല, അടിമക്കണ്ണം എന്നാണ്. അറിയാനുള്ള ഉത്സാഹം കൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. പക്ഷേ താങ്കളെ വഴിതെറ്റിച്ചു. അറിയാനായിട്ട് അറിവില്ലാത്ത ആളാണെന്ന് ആദ്യമേ ബോധ്യം വേണം. നിങ്ങൾ ഹോട്ട് സീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് വിവരമില്ലാതെ ചോദ്യം ചോദിക്കരുത്. അതിന് വേണ്ടി കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് താങ്കൾ മാത്രമല്ല ലോകത്ത് വിവരമുള്ള. ആ വിവരമുള്ള ഞാൻ തന്നെ ഉള്ളൂ, തനിക്കില്ല. താങ്കൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ എന്തിനാ വിളിച്ചതെന്ന് പറയണം. താങ്കൾ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. തയ്യാറാണെന്നുണ്ടെങ്കിൽ മിണ്ടായിരിക്കവിടെ, മിണ്ടായിരിക്കണം നിങ്ങൾ. താങ്കൾക്ക് നല്ല ടെൻഷൻ ഉണ്ടോ? എന്ത് ടെൻഷൻ? ഞാൻ എന്റെ ചോദ്യം മണ്ടൻ ചോദ്യമാണ്. എന്ത് ടെൻഷൻ? മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്, പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. മണ്ടന്മാരെ താങ്കൾ പേടിക്കുന്നു. മണ്ടന്മാരെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അവരെ നന്നാക്കാനൊക്കത്തില്ല, അതെനിക്കറിയാം. സ്ത്രീയായതുകൊണ്ടായിരിക്കും താങ്കൾ എങ്ങനെ വിളിക്കുന്നത്? നിങ്ങൾ സ്ത്രീ എപ്പോഴും അടിമകളാണെന്നാണ് താങ്കൾ പറയുന്നത്. മുമ്പ് ഇവിടെ സ്ത്രീ ഇരുന്നിട്ടുണ്ട്, അവരെ താങ്കളെ പ്രകോപിച്ചില്ല. അതൊരു പാവകുട്ടി. പിന്നെ മര്യാദ കേട്ട സ്ത്രീയാണ്ടിരിക്കുന്നതിന്റെ മുന്നിൽ, അല്ലാതെ വേറെ വിവരമൊന്നുമില്ല. മര്യാദ കെട്ട സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ അവർ മര്യാദ കെട്ട സ്ത്രീകൾ എന്നുള്ളതാണ്. അത് സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഒരു പ്രത്യേകത താങ്കൾ ഇപ്പോഴും പറയുന്ന പോലെ പുരുഷന്മാരുടെ പ്രത്യേകതയെ പറ്റിയൊക്കെ പുരുഷനല്ല. അപ്പൊ പിന്നെ എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. നിങ്ങളുടെ പേരിട്ടാലേ നിങ്ങൾക്ക് പേരുള്ളൂ, നിങ്ങളുടെ രൂപം നിങ്ങളുടേതല്ല. അത് താനേ ഉണ്ടാകുന്നത്. പേരങ്ങനല്ല. നിങ്ങൾ പുറങ്ങണിന്ന് എനിക്ക് വിളിക്കാൻ പറ്റും, ഒരു പ്രശ്നം ഉണ്ടാകും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അത് രൂപം ഉള്ളതാണ്. എന്താണ് പറയുന്നത്? രൂപം നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലെന്ന്. നിങ്ങൾക്ക് ബുദ്ധിയും കൂടി ഇല്ലാതെ കഴിഞ്ഞാൽ ഞാൻ വേറെ വല്ലവരും വിളിക്കും. ചുമ്മാതെ സമയം കളയരുത്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അപ്പൊ എങ്ങനെയാ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?